PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്ത ഡെയിലി റുട്ടീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പണ്ടത്തെ പോലല്ല PSC ആളാകെ മാറി. പണ്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ PSC കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. സിലബസ് ചേഞ്ചായി. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആറാട്ടാണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകും. പിന്നെ നല്ല ടഫ് ക്വസ്റ്റ്യൻസാണ് ഇടുന്നത്. എല്ലാം കൊണ്ടും PSC അങ്ങ് കടുകട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, പണ്ടത്തെക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുമുണ്ട്. കാരണം ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും വീണ്ടും PSC ടഫായി വരുന്നത്. പിന്നെ കാലത്തിനനുസരിച്ച് എല്ലാം മാറണമല്ലോ. നമ്മളതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ നമുക്കതിനെ പിന്തള്ളാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളുടെ ഒരു ജീവിത മാർഗ്ഗമാണ്, അതെന്തായാലും പഠിച്ച് കയറിയേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ആദ്യമേ നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളത് പരിഭവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ അടുത്തിടെ നടന്ന ഫുഡ് സേഫ്റ്റി പരീക്ഷ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ടഫായിരുന്നു. അത് അത്രയും പാടൊന്നും വേണ്ട, കുറച്ചൊക്കെ PSCക്ക് സിമ്പിളാക്കാമായിരുന്നു. എങ്കിൽ തന്നെയും നമ്മളെ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് ഒരു വഴി. ഓരോ എക്സാംസ് വരുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചു പോവുക എന്നത് മാത്രമേ ഉള്ളൂ രക്ഷ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്തതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരാളെ അല്ല. പക്ഷേ അങ്ങനെ പഠിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ആ പഠിച്ച കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ കാണും. നല്ലതുപോലെ പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. എനിക്ക് മൈഗ്രെയിൻ പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അതിരാവിലെ എഴുന്നേൽക്കാറില്ല. 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. 6 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പറ്റുമെങ്കിൽ രാവിലെ തന്നെ കുളിച്ചിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു എനർജി ആയിരിക്കും. ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴെങ്കിലും പഠിക്കാനിരിക്കാൻ കഴിയും. 6 തൊട്ട് ഒരു ഏകദേശം 9:30 വരെ നന്നായിട്ട് പഠിക്കും. നിങ്ങൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ ഈ ഒരു സമയം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 6 തൊട്ട് 8:30 വരെയെങ്കിലും പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സമയം നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് നോക്കുക. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ 6 മണി അല്ലെങ്കിൽ 6:30 എന്നുള്ളത് കുറച്ചുകൂടെ നേരത്തെ ആക്കുക. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു 2-3 മണിക്കൂർ പഠിക്കാൻ സമയം കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ 6:30ക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. അതേപോലെ 9:30 വരെ പഠിക്കും. 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് വരും. കൂടുതൽ വിശന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല തലവേദന വരും. അതുകൊണ്ട് തന്നെ 9:30ക്ക് എഴുന്നേറ്റ് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ലൈറ്റായിട്ടേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ചങ്ങ് കഴിക്കാമെന്നിരിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉപ്പുമാവോ പുട്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നെഞ്ചരിച്ചിൽ വരും, ഡൈജഷൻ പ്രശ്നം വരും. ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ആവിയിൽ വേവിച്ചതോ എന്തെങ്കിലും ലൈറ്റായിട്ട് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കഴിച്ച ഉടനെ പഠിക്കാനിരിക്കില്ല. കാരണം കഴിച്ച ഉടനെ നമുക്ക് ആ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയേർഡാകും, ഉറക്കം വരും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പഠിക്കില്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ TV കാണുക, അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു 10:30 ആകുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കും. ഈ 10:30 തൊട്ട് 11:30 വരെ നോട്ട്സൊക്കെ എഴുതാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം അതൊരു ബോറടിക്കുന്ന സമയമാണ്. നമുക്ക് 11:30 ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മടുക്കും. സോ ആ ടൈമിൽ നമുക്ക് അധികം എഫർട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം 11:30 ആകുമ്പോൾ ഒരു ജ്യൂസ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. നമുക്ക് കുറച്ച് തണുപ്പ് നൽകുന്ന എന്തെങ്കിലും കഴിക്കും. കാരണം നമ്മൾ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിച്ചത്. പിന്നെ ആ ക്ഷീണം മാറ്റാനും തണുത്ത് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ഒരു 11:30 ആകുമ്പോൾ കഴിച്ചിട്ട് വീണ്ടും ഒരു 12:30 വരെയൊക്കെ എങ്ങനെയും തള്ളി നിൽക്കാൻ നോക്കും. പലപ്പോഴും പറ്റാറില്ല, മടി കാരണം. എപ്പോൾ ബോറടിക്കുന്നു അപ്പോൾ ബുക്ക് അടയ്ക്കും. കാരണം കൂടുതൽ ബോറടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും പഠിത്തത്തോട് മടുപ്പായിരിക്കും. അതേസമയം എപ്പോൾ ബോറടിക്കുന്നോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പഠിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 10-15 മിനിറ്റ് ഉച്ച കഴിഞ്ഞിട്ട് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഒരു ടു ഡു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങും, ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് വീണ്ടും ഒന്നുകൂടെ ഫ്രഷായിട്ട് നമ്മൾ കോഫിയോ ചായയൊക്കെ കുടിക്കുക. എന്നിട്ട് വീണ്ടും പഠിക്കാനിരിക്കുക. നല്ല രസമായിരിക്കും കേട്ടോ. കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നല്ല ബ്രെയിനൊക്കെ നല്ല ഫ്രഷ് ആവും. അപ്പം നമ്മൾ എന്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും ബ്രെയിനിലേക്ക് കയറുന്നതായിരിക്കും. അങ്ങനെ 3 മണിക്ക് പഠിക്കാനിരിക്കുന്നത് ഏകദേശം ഒരു 6 മണി വരെ പോകും. പിന്നെ സന്ധ്യ സമയത്ത് പഠിക്കത്തില്ല. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച് മടുക്കും. നമുക്കൊരു 1.5 മണിക്കൂർ കൂടുതലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടന്നൊക്കെ പഠിക്കും, മുഖം കഴുകും, കുറച്ച് എന്തെങ്കിലും മോട്ടിവേഷൻ ഒരു വീഡിയോ എങ്കിലും കാണും. വേറെ വീഡിയോസ് ഒന്നും കാണത്തില്ല, ഫാമിലി വ്ളോഗോ ഒന്നും കാണാൻ പോകത്തില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഷോർട്ട് വീഡിയോ അങ്ങനെ വല്ലതും ജസ്റ്റ് കാണും. വീണ്ടും ബൂസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും 6 മണി വരെയൊക്കെ പഠിക്കുന്നത്. അപ്പം 3 to ഒരു 6 o'clock വരെ നമുക്ക് വീണ്ടും പഠിക്കാൻ കഴിയും. 6 മണി കഴിഞ്ഞ് പിന്നെ സന്ധ്യാസമയം ആയതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കാറില്ല. പിന്നെ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലല്ലോ. ഇപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക. അത് നമുക്ക് മനസ്സിന് കൂടുതൽ ഊർജ്ജം നൽകാൻ സഹായിക്കും. മാത്രമല്ല കോൺസെൻട്രേഷൻ കിട്ടും, ഊർജ്ജം കിട്ടും, നമുക്ക് ഒരു ഹോപ്പ് കിട്ടും, ഒരു പ്രതീക്ഷ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, സോ നമ്മൾ പഠിക്കാം എന്നൊക്കെ ഒരു പ്രതീക്ഷയും കൂടി വരും. അങ്ങനെ ഒരു 7 മണി വരെ ആ രീതിയിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. പിന്നെ പഠിക്കാൻ പോകുന്നത് 7 മണിക്കാണ്. രാത്രി 7 മണിക്ക് പഠിക്കാൻ തുടങ്ങി ഏകദേശം 9:30 വരെ പഠിക്കും. കണ്ടിന്യൂസ് ബുക്ക് വെച്ച് പഠിക്കുമൊന്നുമല്ല കേട്ടോ, നടന്ന് പഠിക്കും, ടെറസിൽ ഇറങ്ങിയിട്ട് പഠിക്കും. എപ്പോഴും ഞാൻ ഒരേ സ്ഥാനത്തിരുന്ന് പഠിക്കാറില്ല. നല്ലൊരു സ്റ്റഡി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ പഠിക്കും. എന്നിട്ട് പിന്നെ വേറെ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി ഇരുന്ന് പഠിക്കും. ഓരോ സ്ഥലത്ത് പോയി ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും അല്ലേ. എന്ന് എഴുതിയിട്ട് നമ്മൾ കാട്ടിലോ മുറ്റത്തോ ഒന്നും സന്ധ്യയ്ക്ക് പോയി ഇരുന്ന് പഠിക്കരുത്. വീട്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുക. അതേപോലെ നമ്മൾ 7 മണി തൊട്ട് 9:30 വരെ കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. രാത്രിയിലും പറ്റുമെങ്കിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം നമ്മളൊരു 11 വരെയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് വിശക്കും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്നാക്സോ കഴിക്കാവുന്നതാണ്. അല്ല ഹെവി ഫുഡ് കഴിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറക്കം വരും. അന്നത്തെ ദിവസത്തെ പ്ലാൻ മുഴുവൻ പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി പഠിക്കുന്ന സമയത്ത്. പിന്നെ രാത്രി ഒരു 9:30, 10:30, മാക്സിമം 10:30, 11 മണി വരെയൊക്കെ ഞാൻ പഠിക്കാറുള്ളൂ കേട്ടോ. 11 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കും. കാരണം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കേണ്ടി. അത്യാവശ്യം ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണമല്ലോ. എത്രത്തോളം നന്നായിട്ട് ഉറങ്ങുന്നോ അത്രയും നമുക്ക് പിറ്റേ ദിവസം നല്ല എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 7 മണിക്കൂറൊക്കെ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇനി നിങ്ങൾ 5-6 മണിക്കൂറേ ഉറങ്ങുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ 5 മണിക്കൂർ ഉറങ്ങിയാലും മതി. നമ്മൾ കണ്ടിട്ടില്ലേ, ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും, അബ്ദുൽ കലാം ഉൾപ്പെടെ പല ആൾക്കാരും 2-3 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാം ഉണ്ടെങ്കിൽ അത്യാവശ്യം 5-6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ 7-8 മണിക്കൂറൊക്കെ ഉറങ്ങണം. അപ്പോൾ 11 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യും. പിറ്റേ ദിവസം ഉച്ചവരെ പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് ലിസ്റ്റ് തയ്യാറാക്കി വെക്കും. എപ്പോഴും നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. നാളെ ഈ ടോപ്പിക്ക് പഠിക്കണം, ഇന്ന് ഈ ടോപ്പിക്ക് പഠിക്കണം, ഇത്രയും തീർക്കണം. അത് ഒരു കൊട്ടക്കണക്കിനൊന്നും നമ്മൾ നോട്ട് ചെയ്ത് വെക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ഒരു 1-2 ടോപ്പിക്കേ തീർക്കാൻ പറ്റുള്ളൂ, അത്ര ഇതാവും. അല്ലാതെ ഒന്നൊരു 10-20 എണ്ണം അങ്ങ് പഠിക്കാമെന്നൊന്നും ഒരിക്കലും കരുതരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം. ഞാൻ ഇത്ര പഠിക്കുന്നു. അപ്പോൾ നമുക്കൊരു എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. നാളെ ഇത്രയും പഠിച്ച് തീർക്കണമല്ലോ എന്നുള്ള ഇങ്ങനെ മൈൻഡ് സെറ്റിലിരിക്കും. മടി നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ വരികയില്ല. ബോറടി മാറ്റാനായിട്ട് നമ്മൾ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കുമ്പം ഒരുപാട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കരുത്. അതേപോലെ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര മെമ്മറി പവർ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ്. അതുപോലെ രാത്രി കിടക്കാൻ നേരം പാട മാറ്റിയ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ബ്രെയിൻ്റെ ഷേപ്പുള്ള ഇപ്പം നമ്മുടെ ബ്രോക്കോളി അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാം, ആൽമണ്ട് കഴിക്കാം. ഇതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, നമുക്ക് സാധാരണ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി. ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഫ്രൈഡ് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സാത്വികമായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പരീക്ഷ വരെ ഇങ്ങനത്തെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മുടെ പഠന ജീവിതം കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആവും. ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷൻ ആൻഡ് ടിപ്സ് വെച്ചിട്ട് നമ്മളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് ആ ബുക്ക്. അപ്പോൾ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി.